ആ ആ ഞാന് എന്റെ പേര് നിശാൽ എന്നാണ്, തിരൂർ. ഞങ്ങളന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അല്ലെന്ന് നിങ്ങളെ മോളെന്താണ് എന്നെ പറ്റി കുറ്റങ്ങൾ പല ആൾക്കാരോടും പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ. എന്ത് കുറ്റം പറയണം? നിങ്ങള് സംഭവം നിങ്ങൾക്ക് അന്വേഷിച്ച് കിട്ടിയത് അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, അതൊക്കെ നിങ്ങളെ ഇഷ്ടം. നിങ്ങൾ കെട്ടിക്കായിരിക്കും, അതൊക്കെ നിങ്ങളെ ഇഷ്ടം. പക്ഷെ ഞാൻ അതിന് പിന്നെ എന്നെ വിളിക്കാനോ സംസാരിക്കാനോ ഞാൻ ഒന്നിനും നിന്നിക്കില്ല. നിങ്ങളെ മോള് എന്താണ് എന്റെ ഇൻസ്റ്റാഗ്രാമിലുള്ള കമ്പനിക്കാർക്കൊക്കെ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതെന്റെ അതിന്റെ ഒക്കെ ആവശ്യം എന്താ? ഞാൻ ആരും പിന്നാലെ വരുന്നില്ലല്ലോ, പിന്നെ എന്തിനാ നിങ്ങളെ മോള് എന്റെ പിന്നാലെ വരുന്നത്? അത് അങ്ങനെ അവള് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവളോട് ചോദിക്കും. ഞാൻ ആരും നെഞ്ചത്തോട്ട് വരുന്നില്ല, കാരണം എനിക്ക് ഇന്റേതായ 100 കൂട്ടം പ്രശ്നങ്ങൾ എന്റെ കയ്യിലുണ്ട്. ഞാൻ നിങ്ങളെ മോളെ പിന്നാലെ അങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ടോ ഒന്നിനും ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. നിങ്ങളെ മോള് ഇങ്ങോട്ട് വന്നതാ. അപ്പൊ നിങ്ങളെ മോളെ പറഞ്ഞു മനസ്സിലായി. കാരണം നമ്മൾ തമ്മിൽ വെറുതെ വ്യക്തി എവിടോ കിടക്കുന്ന ആൾക്കാർ പരസ്പരം കാണാത്ത ഒരാളോട് വ്യക്തിപരമായിരിക്കും വരേണ്ട ആവശ്യമില്ലല്ലോ. ആയിക്കോട്ടെ, അത് അങ്ങനെ അവള് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തി. കാരണം നിങ്ങൾ ഒരാളോട് പറയുന്ന മാതിരിക്കണം മറ്റാൾക്കാർ വേറെ ആൾക്കാരോട് പറയുന്നത്. ഇതിപ്പോ എന്താ ചെയ്തിരിക്കുന്നത്? അതെന്താ വെച്ചാൽ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫാദിലുണ്ട്, അവളെന്നെ എനിക്ക് ട്രീറ്റ്മെന്റ് തന്നിരുന്ന ഡോക്ടറായിരുന്നു. അപ്പൊ ആ വ്യക്തിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് അത്യാവശ്യം നല്ല ബോറത്തുണ്ട്. നിങ്ങൾക്ക് വാട്സപ്പ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൈക്ക് വിട്ടുതരാം. വാട്സപ്പ് ഇല്ലല്ലോ? ഇല്ലല്ലോ, വാട്സപ്പില്ല. അവള് ആ വാട്സപ്പിൽ എല്ലാവർക്കും നല്ല ഭയങ്കര മോശമായിട്ട് മെസ്സേജ് അയച്ചിട്ട് അതെന്താണ് ഞാൻ അങ്ങനത്തോനാണ് ഇങ്ങനത്തോനാണ്, നിങ്ങൾ ഇന്നെ പറ്റാൻ നിങ്ങളെന്താ എന്റെ താനൂര് എന്റെ ഉമ്മാന്റെ നാട്, എന്റെ താനൂരിന്ന് എവിടെ നിങ്ങൾ എന്നെ അടിച്ചോടിച്ചതൊക്കെ നിങ്ങൾ ആരാ പറഞ്ഞു? ഞാൻ അന്നത് പറഞ്ഞപ്പോ ഞാൻ വിട്ടതാ. ഞാൻ അങ്ങനെ പോട്ടെ വിചാരിച്ചിട്ട് മെയിൻ ആക്കാണ്ട് വിട്ടത്. നിങ്ങൾ ഇന്ന നാട്ടിൽ നിന്ന് അടിച്ചുപിടിച്ച് ആരെ വിട്ടു? ഞാനിപ്പോൾ എന്റെ നാട്ടിലാക്കുന്ന ആരെന്നെ അടിച്ചുപിടിച്ച് വിട്ടുന്നൊക്കെ നിങ്ങളോടൊക്കെ പറഞ്ഞത്. എന്റെ വാർഡ് മെമ്പർ ആരാ പറഞ്ഞു? ബാവന്റെ കുടുംബക്കാരനൊന്നും അങ്ങനെ പറയില്ല. നിങ്ങൾ എന്റെ വാർഡ് മെമ്പർ പറഞ്ഞു അത് പറഞ്ഞെന്നുള്ള സ്കീമൊക്കെ അവിടെ ഇറക്കി കുട്ടിക്കാളി. നിങ്ങളെ മോളെ കെട്ടിച്ചോളൂ, അതിനൊന്നും നമുക്ക് യാതൊരു പ്രശ്നം. മോളെ കേൾക്കങ്ങളെ ഭാവിയും കാര്യങ്ങളൊക്കെ. എന്റെ കുറ്റങ്ങൾ പരസ്പരം ആരോട് പറയാതിരിക്കും. കാരണം ഞാൻ ആരെ നെഞ്ചത്തോട്ടും ഞാൻ വരുന്നില്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ ചെയ്തതല്ലപ്പാ, നിങ്ങൾ ചെയ്തെന്നല്ല പറഞ്ഞത്. അവള് പേഴ്സണലി പെൺകുട്ടികൾക്ക് മെസ്സേജ് അയച്ചിട്ടും വോയിസ് റെക്കോർഡ് ഇട്ടിട്ടും ഇങ്ങനെ പറയുന്നത് ഞാൻ അങ്ങനത്തോനാണ് ഇങ്ങനത്തോനാണ്, ഭയങ്കര ഇതാണ്, ഓൻ പറയുന്ന മുള്ളു കളവാണ്, ഓൻ ആ പെണ്ണുങ്ങളെ കൊണ്ടുപോയി പീഡിപ്പിക്കുന്നവനാണ്. എന്തിനാ ഇതിന്റെയൊക്കെ ആവശ്യം? ഓള് കണ്ടല്ലോ ഞാൻ കൊണ്ടുപോയി പീഡിപ്പിക്കുന്നത്. എന്താ മോശമാണ്. കാരണം എന്താ വെച്ചാൽ വെറുതെ എവിടോ എടുക്കുന്ന ഒരു പെൺകുട്ടിന്റെ പേരിൽ നിങ്ങളെ വലുപ്പം എനിക്ക് നിങ്ങൾ പറഞ്ഞിരിക്കണ അത്ര ഇന്ന താനൂരിന്ന് ഓടിച്ചു കൊണ്ടെന്നാണ് തിരൂര് എന്റെ ഉപ്പാന്റെ നാടാണ്, താനൂര് എന്റെ ഉമ്മാന്റെ നാടാ. ഇപ്പോഴും ഞങ്ങൾ താനൂര് സ്ഥലം എടുത്ത് വീടുണ്ടാക്കുന്നത് താനൂരാ. പിന്നെ എങ്ങനെ ഞങ്ങൾ അവിടെ അടിച്ചോടിക്കുക എന്നൊക്കെ പറയാ? എന്തെന്താ ചോദിച്ചിട്ടുണ്ടോ? ഞാൻ അവളോട് സംസാരിച്ചോ. അപ്പൊ അവള് അങ്ങനെ ഒരു തെറ്റ് പറ്റി